വേർഡ് ഓഫ് ഗോഡ് ടുഡേ 3-ാം മണിക്കൂർ. പുറപ്പാട് പുസ്തകം 8-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഫറവോയുടെ അടുക്കൽ ചെന്ന് പറയുക, കർത്താവ് കൽപ്പിക്കുന്നു, എന്നെ ആരാധിക്കാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക. അവരെ വിട്ടയക്കാൻ നീ വിസമ്മതിച്ചാൽ തവളകളെ അയച്ച് ഞാൻ നിന്റെ രാജ്യത്തെ പീഡിപ്പിക്കും. നദിയിൽ തവളകൾ പെരുകും. നിന്റെ മന്ദിരങ്ങളിലും ശയനമുറികളിലും കിടക്കയിലും നിന്റെ സേവകരുടെയും ജനങ്ങളുടെയും ഭവനങ്ങളിലും അടുപ്പുകളിലും മാവ് കുഴയ്ക്കുന്ന പാത്രങ്ങളിലും അവ കയറിപ്പറ്റും. നിന്റെ ജനത്തിൻ്റെ സേവകരുടെ മേൽ അവ പറന്നു കയറും. അഹറോൻ ഈജിപ്തിലെ ജലാശയങ്ങളുടെ മേൽ കൈനീട്ടി തവളകളൊക്കെ കൊണ്ട് ഈജിപ്ത് ദേശം മുഴുവൻ നിറഞ്ഞു. അനന്തരം ഫറവോ മോശയോടും അഹ്റോനോടും വിളിച്ചു പറഞ്ഞു, എന്നിൽ നിന്നും എൻ്റെ ജനത്തിൽ നിന്നും തവളകളെ അകറ്റിക്കളയുന്നതിന് കർത്താവിനോട് നിങ്ങൾ അപേക്ഷിക്കുവിൻ. കർത്താവിന് ബലിയർപ്പിക്കാനായി ജനത്തെ ഞാൻ വിട്ടയക്കാം. മോശ ഫറവോയോട് പറഞ്ഞു, തവളകളെ നിന്നിൽ നിന്നും നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും അകറ്റി നദിയിൽ മാത്രം ഒതുക്കി നിർത്താനായി നിനക്കും സേവകർക്കും ജനത്തിനും വേണ്ടി ഞാൻ എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയിക്കുക. ഫറവോ പറഞ്ഞു, നാളെ. മോശ തുടർന്നു, അങ്ങനെയാകട്ടെ. പ്രിയമുള്ളവരെ, ഇവിടെ ഒരു കാര്യം നമ്മുടെ ബോധ്യത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്, പ്രിയമുള്ളവരെ, വീണ്ടും ഈജിപ്തിലെ മറ്റൊരു പ്രഹരം കൂടി ഏൽക്കാൻ പോവുകയാണ്. അതിന് മുന്നറിയിപ്പായിട്ട് ദൈവം മോശയോട് പറഞ്ഞിട്ട് അവൻ അവിടെ ചെന്ന് ആ മുന്നറിയിപ്പ് അറിയിക്കുകയാണ്. എന്നിട്ടും വകവെക്കാതെ പോയ ഫറവോയുടെ മേൽ തവളകളുടെ ഒരു വലിയ അസ്വസ്ഥതകൾ അതുവഴിയായിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അവരുടെ ജനജീവിതം അസഹ്യമാകും വിധം തവളകൾ പെരുകി അവരെ ദൈവം പ്രഹരിച്ചു. അവസാനം ഫറവോ മോശയെയും അഹറോനെയും വിളിച്ചിട്ട് അവരോട് പറയുന്നതാണ്, നിങ്ങളെ ഞാൻ വിട്ടയക്കാം, നിങ്ങളുടെ ദൈവത്തെ ആരാധിക്കാൻ വിട്ടയക്കാം, പക്ഷേ ഇതിൽ നിന്ന് മോചനം തരണം. അത് സമ്മതിച്ച് അവൻ പോകുമ്പോഴത്തേക്ക് എപ്പോഴാണിത് പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിച്ചപ്പം മോശയോട് ഫറവോ പറഞ്ഞു വിടുന്ന ഒരു കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് നാളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തവളകളെ കൊണ്ട് പൊറുതിമുട്ടി ഒരു തരത്തിലും ഉണ്ണാനും ഉറങ്ങാനും വയ്യാത്ത വണ്ണം നിലവിളിക്കുന്ന സമയത്ത് അവൻ പ്രാർത്ഥിക്കാൻ നാളെ മാറ്റിവെക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇത് നമ്മുടെ ചിന്തയിലേക്കൊന്ന് കൊണ്ടുവന്നാൽ, പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഇതുപോലെ നീട്ടിവെക്കാറുണ്ടോ? നമ്മുടെ കുടുംബത്തിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലും ഒക്കെ, ബലിയർപ്പണത്തിൽ പങ്കുചേരുന്നതിലും ഒക്കെ സാരമില്ല, നാളെ ആട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നീട്ടിവെക്കാറുണ്ടോ? ഒന്ന്, അലസത നമ്മളെ കീഴടക്കും. നമ്മുടെ ചെയ്യേണ്ട ജോലികൾ നാളെ ആകട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ അത് അലസതയോടെ തള്ളിക്കളഞ്ഞ് പോകുന്നവരാണോ? അലസത നമുക്ക് ഗുണം ചെയ്യില്ല എന്ന് നമുക്കറിയാം. അലസന്റെ മനസ്സ് പിശാചിന്റെ പണിപ്പുരയാണെന്ന് ആ വേദപുസ്തകം നമ്മളെ ബോധ്യപ്പെടുത്തുക. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തെ അലസത നമ്മളെ തകർക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഭൗതിക ജീവിതത്തെയും ആത്മീയ ജീവിതത്തെയും നശിപ്പിക്കുന്നതാണത്. അതിൽ നിന്ന് മോചനം കിട്ടാൻ ഇന്ന് ദൈവസന്നിധിയിൽ നിലവിളിക്കാനുള്ള ഒരു ആഹ്വാനം കൂടി ദൈവം നമുക്ക് തരികയാണ്. നമുക്ക് പൂർണ്ണമായിട്ടും സമർപ്പിക്കാം. എൻ്റെ ദൈവമേ, അലസതയിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം, അതിനായിട്ട് പരിശ്രമിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.